അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ. ഇന്ത്യയിലെ മികച്ച സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും തിരുവല്ല സ്വദേശിയുമായ ബ്ലസ്സിയെ തിരുവല്ല അസോസിയേഷൻ ഓഫ് ഡാളസിന്റെ നേതൃത്വത്തിൽ കരോൾട്ടൺ സായി ഭവൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് സോണി ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ആദരിച്ചു. സമ്മേളനത്തിൽ തിരുവല്ല അസോസിയേഷനെയും വിവിധ സംഘടനകളെയും പ്രതിനിധീകരിച്ച് കെ.വി. ജോസഫ്, സുനിൽ വർഗീസ്, ജോൺ വർഗീസ്, വർഗീസ് ചാമത്തിൽ, എബി എബ്രഹാം, ഷിജു എബ്രഹാം, ജോസൻ ജോർജ്, ഷാജി രാമപുരം എന്നിവർ പ്രസംഗിച്ചു. അസോസിയേഷൻ ഭാരവാഹികൾ പൊന്നാട അണിയിച്ചും പ്ലാക്ക് നൽകിയും ബ്ലസ്സിയെ ഡാളസിലെ തിരുവല്ല നിവാസികളുടെ ആദരവ് അറിയിച്ചു. സമ്മേളനത്തിൽ തിരുവല്ല അസോസിയേഷനും വിവിധ സംഘടനകളെയും പ്രതിനിധീകരിച്ച് കെ.വി. ജോസഫ്, സുനിൽ വർഗീസ്, ജോൺ വർഗീസ്, വർഗീസ് ചാമത്തിൽ, എബി എബ്രഹാം, ഷിജു എബ്രഹാം, ജോൺസൺ ജോർജ്, ഷാജി രാമപുരം എന്നിവർ പ്രസംഗിച്ചു. അസോസിയേഷൻ ഭാരവാഹികൾ പൊന്നാട അണിയിച്ചും ബ്ലാക്ക് നൽകിയും ബ്ലസ്സിയെ ഡാളസിലെ തിരുവല്ല നിവാസികളുടെ ആദരവ് അറിയിച്ചു. എം.ജി. സോമൻ ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയായ ബ്ലസ്സി തന്റെ മറുപടി പ്രസംഗത്തിൽ തിരുവല്ലയുടെ വിവിധങ്ങളായ വികസന പദ്ധതികളിൽ തിരുവല്ല അസോസിയേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. അസോസിയേഷൻ സെക്രട്ടറി ബിജു വർഗീസ് സ്വാഗതവും മാത്യു സാമുവൽ നന്ദിയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന മർത്തമറിയം വനിതാ സമാജം വാർഷിക കോൺഫറൻസ് 2024 രജിസ്ട്രേഷൻ സെപ്റ്റംബർ 15 പൂർത്തീകരിച്ചു. ഭദ്രാസനത്തിലുള്ള എല്ലാ റീജിയനുകളിൽ നിന്നും സമാജം അംഗങ്ങൾ ഈ കോൺഫറൻസിൽ സംബന്ധിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2024 ഒക്ടോബർ 3 വ്യാഴാഴ്ച മുതൽ ഒക്ടോബർ 5 ശനിയാഴ്ച വരെ ഷിക്കാഗോയിലെ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടക്കുന്ന കോൺഫറൻസിൽ ഷിക്കാഗോ റീജിയണിലെ വിവിധ ഇടവകകളിൽ നിന്നും ഭദ്രാസനത്തിലെ മറ്റ് റീജിയനുകളിൽ നിന്നുള്ള ദേവാലയങ്ങളിൽ നിന്നുമായി 400ഓളം വനിതകൾ പങ്കെടുക്കും. ഭദ്രാസനത്തിലുള്ള എല്ലാ റീജിയനുകളിൽ നിന്നും സമാജാംഗങ്ങൾ ഈ കോൺഫറൻസിൽ സംബന്ധിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2024 ഒക്ടോബർ 3 വ്യാഴാഴ്ച മുതൽ ഒക്ടോബർ 5 ശനിയാഴ്ച വരെ ഷിക്കാഗോയിലെ സെയിൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടക്കുന്ന കോൺഫറൻസിൽ ഷിക്കാഗോ റീജിയണിലെ വിവിധ ഇടവകകളിൽ നിന്നും ഭദ്രാസനത്തിൻ്റെ മറ്റ് റീജിയനുകളിൽ നിന്നുമുള്ള ദേവാലയങ്ങളിൽ നിന്നുമായി 100ഓളം വനിതകൾ പങ്കെടുക്കും. ദൈവമഹത്വം സുവിശേഷത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ എന്ന ഈ വർഷത്തെ കോൺഫറൻസ് ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കി സുവിശേഷ പ്രാസംഗികനും വേദപുസ്തക പണ്ഡിതനുമായ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ വിനോയ് ജോൺ ഡാനിയൽ മുഖ്യ സന്ദേശം നൽകും. കൂടാതെ മുഖ്യാതിഥികളായി സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനാധിപൻ H.G. ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ്, അഹമ്മദാബാദ് ഭദ്രാസനാധിപനായ H.R. ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഫിലോസ് എന്നീ പിതാക്കന്മാരും ഈ കോൺഫറൻസിൽ പങ്കുചേരും. ആത്മീയ ജീവിതത്തിന് പ്രചോദനമേകുന്ന വിവിധ സെക്ഷനുകളും ഈ കോൺഫറൻസിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കോൺഫറൻസിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി കോൺഫറൻസ് ഡയറക്ടർ റവറൻ ഫാദർ ഹാം ജോസഫ്, കൺവീനർ ഗിജി കെ സീമോൻ, വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ ഡോക്ടർ ഐസക് ബി പ്രകാശ്, ജനറൽ സെക്രട്ടറി സുനു ജോയ്, ട്രഷറർ ലിനി സംക്രാന്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. കൂടാതെ ഷിക്കാഗോയിലുള്ള എല്ലാ വൈദികരുടെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്നു. റവറൻ ഫാദർ തോമസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ഷിക്കാഗോ ഓർത്തഡോക്സ് കൊയർ ഗാന ശുശ്രൂഷകൾ നിർവഹിക്കും. ഈ കോൺഫറൻസിൽ വളരെ ആകർഷണങ്ങളായ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് റാഫിൾ ഡ്രോ നടത്തുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കനേഡിയൻ പാർലമെന്റിലെ 3ാമത് ഓണാഘോഷത്തിലെ സജീവ സാന്നിധ്യമായി ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി. ഫൊക്കാന എന്ന സംഘടന എങ്ങനെ അമേരിക്കയിലും കാനഡയിലും മലയാളി സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി വിശദീകരിക്കുന്നതിലൂടെ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. അമേരിക്കയിലും കാനഡയിലും അനുദിനം വർദ്ധിച്ചുവരുന്ന മലയാളി സമൂഹത്തിൻ്റെ ഉന്നമനത്തിൽ ഫൊക്കാന ചെലുത്തുന്ന സ്വാധീനം സ്വാഗതാർഹമാണെന്ന് സെപ്റ്റംബർ 18 ബുധനാഴ്ച ഓട്ടവയിലെ സർ ജോൺ എ. മക്ഡൊണാൾഡ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്ന മലയാളി കുടുംബപേരുള്ള യൂക്കോൺ പ്രീമിയർ രജ് പിള്ള അഭിപ്രായപ്പെട്ടു. ഫെഡറൽ മിനിസ്റ്റർ കമൽ ഖേര, കൺസർവേറ്റീവ് പാർട്ടി ഡെപ്യൂട്ടി ലീഡർ ടീം ഉപാൽ, പാർലമെന്റ് അംഗങ്ങളായ ഇസ്രാജ് ഡിലോൺ, ഡാൻ മാത്യു, ഷൂ മച്ചൂദർ, ലാറി ബ്രോക്ക്, ആന റോബർട്ട്, ആര്യ ചന്ദ്ര, ഗാർനറ്റ് ജുനൂയിസ്, ടോണി ബെൽഡിനലി എന്നിവരായിരുന്നു വർണ്ണാഭമായ ഓണാഘോഷത്തിൽ പങ്കെടുത്ത മറ്റു പ്രമുഖർ. മലയാളികളുടെ തനിമയും പാരമ്പര്യവും ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ
പാകത്തിൽ ഈ ഓണാഘോഷം സംഘടിപ്പിച്ചതിന് ഫൊക്കാന പ്രസിഡന്റ് എന്ന നിലയിൽ സജിമോൻ ആന്റണി പരിപാടിയുടെ സംഘാടകരെ അഭിനന്ദിച്ചു. ഓണാഘോഷം ഊഷ്മളമായ രീതിയിൽ ആഘോഷിക്കാൻ അവസരമൊരുക്കിയ പരിപാടിയുടെ ഹോസ്റ്റായിരുന്ന പാർലമെന്റ് അംഗം മൈക്കിൾ ബാരോട്ടിനോടുള്ള ഫൊക്കാനയുടെ സ്നേഹാദരം അറിയിക്കാൻ പ്രസിഡന്റ് സജിമോൻ ആന്റണി മറന്നില്ല. കാനഡയിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ എന്നിവരുൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ഫൊക്കാന മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പല പ്രമുഖരും അഭിപ്രായപ്പെടുകയുണ്ടായി. കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ 700ഓളം ആളുകളാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. ട്രിനിറ്റി ഗ്രൂപ്പ് ആയിരുന്നു ഓണാഘോഷത്തിന്റെ ഗ്രാൻഡ് സ്പോൺസർ. ബിജു ജോർജ് ചെയർമാനും റാം മതിലകത്ത് കൺവീനറും രേഖ സുധീഷ് ഇവന്റ് കോർഡിനേറ്ററും സതീഷ് ഗോപാലൻ, ടോമി കോക്കാടൻ എന്നിവർ കോ-ചെയറും സുധീഷ് പണിക്കർ ഹോസ്പിറ്റാലിറ്റി ഓപ്പറേഷൻസ് കോർഡിനേറ്ററും പ്രവീൺ വർക്കി കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്ററുമായ സംഘാടക സമിതിയാണ് ഓണാഘോഷത്തിന് നേതൃത്വം നൽകിയത്. ഫൊക്കാന ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസിന്റെ സാന്നിധ്യവും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ബിജു ജോർജ് ചെയർമാനായി പ്രവർത്തിച്ച ഈ ഓണാഘോഷം മലയാളി തനിമ വിളിച്ചോതുന്നതിനൊപ്പം ബിജു ജോർജിന്റെ നേതൃത്വ കഴിവും എടുത്തുകാട്ടിയ ഓണാഘോഷം കൂടിയായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. പൊതുരംഗത്തും വ്യക്തിജീവിതത്തിലും മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ചുരുക്കം രാഷ്ട്രീയക്കാരിൽ ഒരാളായ CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പ്രവാസി മിത്രം അവാർഡ് നൽകി ആദരിച്ചു. കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ വർണ്ണാഭമായ ഓണാഘോഷ ചടങ്ങിൽ വെച്ച് പ്രവാസി ചാനൽ ചെയർമാൻ വർക്കി എബ്രഹാം അവാർഡ് സമ്മാനിച്ചു. KCNA പ്രസിഡന്റ് ഫിലിപ്പ് മഠത്തിലടക്കം ഒട്ടേറെ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ വർണ്ണാഭമായ ഓണാഘോഷ ചടങ്ങിൽ വെച്ച് പ്രവാസി ചാനൽ ചെയർമാൻ വർക്കി എബ്രഹാം അവാർഡ് സമ്മാനിച്ചു. KCANA പ്രസിഡന്റ് ഫിലിപ്പ് മഠത്തിലടക്കം ഒട്ടേറെ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. പ്രവാസികളുടെ ഒറ്റ സുഹൃത്തു കൂടിയാണ് ബിനോയ് വിശ്വമെന്ന് അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ജോർജ് ജോസഫ് പറഞ്ഞു. ഫൊക്കാന, ഫോമ സമ്മേളനങ്ങളിലും പ്രസ് ക്ലബിന്റെ സമ്മേളനങ്ങളിലും പലവട്ടം അതിഥിയായി അദ്ദേഹം വന്നിട്ടുണ്ട്. പ്രവാസികളുടെ ആവശ്യങ്ങളും അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അദ്ദേഹം എപ്പോഴും മുൻനിരയിൽ തന്നെയുണ്ട്. കേരളത്തിലെ ഭരണചക്രം തിരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നിന്റെ നേതാവാണെങ്കിലും നമുക്കൊപ്പം സാധാരണക്കാരനായി ഇടപെടുന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നത് എന്തുകൊണ്ടും സാർത്ഥകമാണ്. അവാർഡിന് നന്ദി പറഞ്ഞ ബിനോയ് വിശ്വം പ്രവാസികൾ നൽകുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞു. പ്രവാസി പ്രശ്നങ്ങളിൽ തന്നാൽ കഴിയുന്ന എന്ത് സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അവാർഡ് സ്വീകരിച്ച ബിനോയ് വിശ്വത്തിനും അതിനുവേണ്ടി വേദിയൊരുക്കിയ KCNAയ്ക്കും വർക്കി എബ്രഹാം നന്ദി പറഞ്ഞു. പ്രവാസി ചാനലിന്റെ സാരഥികളായ ജോൺ ടൈറ്റസ്, ബേബി ഊരാളിൽ, ജോയ് നെടിയകാലയിൽ, സുനിൽ ട്രൈസ്റ്റാർ എന്നിവരും ചേർന്നാണ് അവാർഡ് രൂപകൽപ്പന ചെയ്തത്. എൽമോണ്ടിലുള്ള സെന്റ് വിൻസെന്റ് ഡി പോൾ സീറോ മലബാർ കത്തോലിക്ക കത്തീഡ്രൽ ഹാളിലായിരുന്നു ചടങ്ങ്. കഴിഞ്ഞ ഡിസംബറിൽ CPI സ്റ്റേറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ ബിനോയ് വിശ്വം VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. 2021-26 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോഴിക്കോട് ജില്ലയിലെ നാദപുരത്തു നിന്നും 2 തവണ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചു. 2018 മുതൽ 2024 വരെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. MA LLB ബിരുദധാരിയാണ്. അമേരിക്കയിൽ നിന്നുള്ള 24 മണിക്കൂർ ചാനലായ പ്രവാസി ചാനൽ 13 വർഷം പിന്നിട്ടു. അമേരിക്കൻ മലയാളികൾക്ക് മുൻഗണന നൽകുന്ന ചാനൽ ലോകമെങ്ങും നിന്നുമുള്ള വാർത്തകളും വിശേഷങ്ങളും നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ലീഗ് സിറ്റി മലയാളി സമാജത്തിന്റെ ഓണാഘോഷം വളരെ വ്യത്യസ്തവും കൗതുകവും ഉണർത്തി. അമേരിക്കൻ മലയാളി സമൂഹത്തിൽ വേറിട്ടു നിന്നു. എന്നും വ്യത്യസ്തമായതും കൗതുകമുണർത്തുന്നതുമായ രീതിയിലാണ് ലീഗ് സിറ്റി മലയാളികൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഡിക്കിൻസൺ ബേയിൽ നിന്നും ജലമാർഗം ചെണ്ടമേളവും താലപ്പൊലിയുമേന്തിയ ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ മാവേലിയെ വൻ ജനാവലിയാണ് വരവേറ്റത്. ഡിക്കിൻസൺ ബേയിൽ നിന്നും ജലമാർഗം ചെണ്ടമേളവും താലപ്പൊലിയുമേന്തിയ ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ മാവേലിയെ വൻ ജനാവലിയാണ് വരവേറ്റത്. തുടർന്ന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്രയിൽ പഞ്ചാരി മേളത്തിൻ്റെയും പുലികളിയുടെയും അകമ്പടിയോടെ താലപ്പൊലിയേന്തിയ മലയാളി മങ്കയുടെ മധ്യത്തിൽ വിശിഷ്ടാതിഥികളെയും മഹാബലി തമ്പുരാനെയും ഓണ അരങ്ങിലേക്ക് എഴുന്നള്ളിക്കുകയുണ്ടായി. തുടർന്ന് മഹാബലിയും ലീഗ് സിറ്റി മലയാളി സമാജം ഭാരവാഹികളും ഒന്നിച്ചു ചേർന്ന് നിലവിളക്ക് കൊളുത്തി. ആനകളും കഥകളിയും കേരളത്തിന്റെ മറ്റു കലാരൂപങ്ങളുമെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഓഡിറ്റോറിയം തന്നെ വളരെ കൗതുകമുണർത്തുന്നതായിരുന്നു. 2024 സെപ്റ്റംബർ 7 വാൾട്ടൺ ഹാൾ പാർക്കിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഈ ആഘോഷം സമാജത്തിലെ അംഗങ്ങളും ഗിൽവസ്റ്റൺ കൗണ്ടി ഒഫീഷ്യൽസും ഒരേപോലെ ആസ്വദിച്ചു. ആദ്യകാല അമേരിക്കൻ മലയാളികളിൽ പലർക്കും ഇത് അവരുടെ ജീവിതത്തിലെ മറക്കാനാകാത്തതും
സന്തോഷം നൽകുന്നതുമായ ഒരു അനുഭവമായിരുന്നു എന്നവർ സാക്ഷ്യപ്പെടുത്തി. എമി ജെയ്സന്റെയും എലേന ടെൽസന്റെയും നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ ഓണപ്പൂക്കളം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഉച്ചയോടെ നാടൻ വാഴയിലയിൽ വിളമ്പിയ വളരെ രുചികരമായ ഓണസദ്യയും എല്ലാവരും ആസ്വദിച്ചു. ഈ ഓണാഘോഷം വഴി സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം പരത്തി സമാജത്തിലെ അംഗങ്ങളുടെ ഇടയിൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം സാധിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിനു മുൻപേ പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ആൽബർട്ടയിലെ ആദ്യകാല മലയാളി അസോസിയേഷനായ കനേഡിയൻ കേരള കൾച്ചറൽ അസോസിയേഷൻ ഓണം വിപുലമായി ആഘോഷിച്ചു. ആവേശത്തിരയിളക്കി താളവും മേളവും സമന്വയിപ്പിച്ച് നയമ്പുകൾ ഇളക്കിയെറിഞ്ഞ് മനോഹരമായ വള്ളപ്പാട്ടുകൾ പാടി റാന്നിയും ചുണ്ടനും അസോസിയേഷൻ അംഗങ്ങളായ ചെണ്ടക്കാരടങ്ങിയ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിലെത്തിയ മാവേലി തമ്പുരാനും ഈ വർഷത്തെ ഹ്യൂസ്റ്റൺ റാന്നി അസോസിയേഷൻ ഓണാഘോഷത്തെ അവിസ്മരണീയമാക്കി. മിഷനറി പ്രവർത്തകരും മധുരയിലെ മതിപുര ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ അർപ്പിത് മാത്യുവും ഡോക്ടർ ആർമി മാത്യുവിനും ഡാളസ് സെന്റ് പോൾസ് മാർത്തോമ ചർച്ചിൽ ഊഷ്മള സ്വീകരണം നൽകി. ആദ്യകാല സംഘടനകളിലൊന്നായ കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ഓണാഘോഷം അത്യന്തം ഹൃദ്യമായി. പങ്കെടുത്തവരുടെ എണ്ണത്തിലും കലാപരിപാടികളുടെയും ഓണസദ്യയുടെയും മേന്മ കൊണ്ടും ആഘോഷം വേറിട്ടതായി. നനയുമോ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണം വാൻകൂവർ ഐലൻഡിൽ ആഘോഷിച്ചു. മേരിലാൻഡിലെ പോട്ടോമാക് കമ്മ്യൂണിറ്റി സെന്ററിൽ ശിവഗിരി ഫൗണ്ടേഷൻ ഓഫ് വാഷിംഗ്ടൺ ഓണവും ഗുരുദേവ ജയന്തിയും ആഘോഷിച്ചു. മലങ്കര മാർത്തോമ യുവജന സഖ്യം നോർത്ത് അമേരിക്കയുടെ 22ാമത് ഭദ്രാസന യുവജന സഖ്യ നാഷണൽ കോൺഫറൻസിന് പ്രൗഢഗംഭീരമായി തുടക്കമായി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങൾ എല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.